നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 അവിട്ടം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ 2026 വിഷുഫലം അവിട്ടം നക്ഷത്രക്കാരുടെ, മറ്റു നക്ഷത്രക്കാരുടെ വിഷുഫലം ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2026 ഏപ്രിൽ മാസം 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയ നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു, അതായത് ആ രാശിയിലേക്ക് കടന്നു വരുന്നു. അന്നാണ് നാം സാധാരണ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഈ കൊല്ലം 2026 ഏപ്രിൽ 14 വിഷു, ഏപ്രിൽ 15 കാരണം അന്ന് സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ തന്റെ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് രാവിലെ 9:34 അപ്പൊ സൂര്യോദയം കഴിഞ്ഞുപോയി ഇല്ലേ? അപ്പൊ അതിന്റെ പേരിൽ അത് ഏപ്രിൽ 15 ഇപ്രാവശ്യം വിഷു വരുന്നത്. അപ്പൊ വിഷു വരുന്നത് ഈ വിഷു സംക്രമ പുരുഷനുണ്ട്, അതായത് മേടൻ രാശിയിലേക്ക് സൂര്യൻ കടന്നു വരുന്ന ആ സംക്രമ പഞ്ചാംഗ വിധിപ്രകാരമുള്ള സംക്രമ പുരുഷന്റെ ലക്ഷണമുണ്ട്. ആ ലക്ഷണം അനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നുമാണ് വേർതിരിച്ചിട്ടുള്ളത്. ശൂലത്തിൽ 9 നക്ഷത്രങ്ങളും ഷഡ്ഗത്തിൽ 18 നക്ഷത്രങ്ങളുമാണ് പഞ്ചാംഗം 2026 പഞ്ചാംഗത്തിൽ ഗണിച്ചിട്ടുള്ളത്. അതനുസരിച്ച് 18 നക്ഷത്രങ്ങൾ വരുന്ന ഷഡ്ഗത്തിലെ നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം വളരെ ഗുണമാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. എന്നാൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക്, അതായത് 9 നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. കാരണം ഈ 27 നക്ഷത്രങ്ങൾക്കും വിഷുഫലമായി നല്ലത് തന്നെ വരെയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചിലർക്ക് ഗുണമുണ്ടാവും, ചിലർക്ക് ദോഷങ്ങളുണ്ടാവും ഇല്ലേ? ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അത് ചിലരെ അത് നല്ല വിധത്തിൽ ബാധിക്കും, ചിലരെ ദോഷവിധത്തിലും ബാധിക്കും ഇല്ലേ? അങ്ങനെ ഈ സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് നക്ഷത്രങ്ങളെ ഇങ്ങനെ ശൂലമെന്നും ഷഡ്ഗമെന്നുമാണ് വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരം അവിട്ടം നക്ഷത്രം ആദിശൂലത്തിലാണ് വരുന്നത്. എന്നിട്ട് ആദിശൂലത്തിൽ, ശൂലം അത്ര നല്ലതല്ല. അപ്പൊ ഈ വിഷുഫലം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരെ ആദിശൂലത്തിലാണല്ലോ വരുന്നത്. ഇവർക്ക് ഈ വിഷുഫലമായി ധനപരമായ നാശവും രോഗങ്ങളും ചില ആപത്തുകളും അതുകൂടാതെ ചില അധിക ചെലവുകളും ഈ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. കാരണം ഇത് പറയുമ്പോൾ ചിലവർ എന്നെ നെഗറ്റീവ് കമന്റ് ഇടാറുണ്ട്. കാരണം ഇയാളിത് ഇങ്ങനെ ഇത് പറയാൻ മാത്രം ഇരിക്കുന്ന ആളാണ്, നെഗറ്റീവ്, അതായത് ദോഷം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. ദോഷത്തെ ദോഷമാണെന്ന് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഗുണത്തെ ഗുണമാണെന്ന് തന്നെ പറയണം. അപ്പൊ എല്ലാ നക്ഷത്രങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷുഫലമായിട്ട് ലോട്ടറി അടിക്കുമെന്നോ അല്ലെങ്കിൽ
എല്ലാവരും ഉയർന്നങ്ങോട്ട് കയറി പോകുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ പറ്റിക്കുന്നതാണ്. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കറിഞ്ഞൂടതാണ്. അപ്പൊ ഉള്ളത് പോലെ പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ദോഷാനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാനും സാധിക്കും. അതുകൂടാതെ ഈ ദോഷങ്ങൾ ഉള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകത്തിൽ അവർക്ക് നല്ല സമയമാണെങ്കിൽ, അതായത് നല്ല ദശാസമയവും നല്ല അപഹാര സമയവും, അതായത് ദശാനാഥൻ നല്ലതും അപഹാരനാഥൻ നല്ലതും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ദോഷാനുഭവത്തിന്റെ കഠിനത കുറയുകയും ചെയ്യും. അത് നിങ്ങളുടെ ജാതകത്തിലെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇത് കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും നിങ്ങളോടൊരു അഭ്യർത്ഥന ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അപ്പൊ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഇതിന്റെ ദോഷാനുഭവങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിന്റെ കഠിനത കുറയുകയും ചെയ്യും. ഇവർ ഈ വിഷുഫല പ്രകാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ അവിട്ട നക്ഷത്രക്കാർ. ധനപരമായ നഷ്ടങ്ങൾ ഇവർക്ക് ഈ വിഷുഫലമായി ഉണ്ടാകാൻ ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് വരുത്തരുത്. ശ്രദ്ധക്കുറവ് വന്നാൽ അവർക്ക് ദോഷമായി വരികയും ചെയ്യും. അനാവശ്യമായ ചെലവുകൾ വരാനോ വിചാരിക്കാത്ത രീതിയിൽ പണം നഷ്ടപ്പെടാനോ ഇവർക്ക് സാധ്യത ഉണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കുകയും വേണം. പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരിലേക്ക് കടന്നു വരും. കുടുംബത്തിൽ അനൈക്യം വന്നുകൂടുന്നതാണ്. അതായത് ഒരു ഐക്യമില്ലായ്മ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കയ്യിലുള്ള പണം നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം നഷ്ടപ്പെടാൻ വരരുത്. അങ്ങനെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാൻ സാധ്യതയും കാണുന്നുണ്ട്. അമിതമായ ദുർച്ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കുകയും വേണം. അമിതമായ ദുർച്ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്നേഹിതന്മാർ മൂലം വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഉറ്റ സ്നേഹിതന്മാരിൽ നിന്നും നമ്മൾക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറയുന്ന ഫലം ഈ വിഷുഫലത്തിന്റെ തുടക്കത്തിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ കഠിനത കുറയും. അപ്പോൾ സ്വന്തക്കാർ വരെ ഇവരെ പറഞ്ഞെന്നും വരും. ഈ വിഷുഫലമായിട്ട് അവരുടെ സ്വന്തക്കാർ വരും. മംഗളകർമ്മങ്ങൾക്ക് തടസ്സം വരുന്ന ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മംഗളകർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന പല പ്രവൃത്തികളിലും കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇവർ അവരുടെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തണം. അതുകൂടാതെ ഇവരുടെ പക്കപ്പിറന്നാളിൻ്റെ അന്ന്, അതായത് ഓരോ മാസത്തിലും ഈ അവിട്ട നക്ഷത്രം വരുമല്ലോ. അപ്പൊ ഈ അവിട്ട നക്ഷത്രക്കാർക്ക് അവരുടെ പക്ക പിറന്നാളിന് നവഗ്രഹങ്ങളെ ഇരുത്തിയിട്ടുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നതും ഇവരുടെ ദോഷാനുഭവങ്ങൾ കുറയാൻ സാധിക്കും. കാരണം ഈ 9 ഗ്രഹങ്ങളുടെയും
ഒരു പ്രീതി ഇവർക്ക് ഈ പൂജയിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇവരുടെ ദോഷാനുഭവങ്ങൾ കുറയുകയും ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് വിഷുബലം അത്ര ഗുണകരമല്ല. എന്നാൽ ദോഷാനുഭവങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകളും പൂജകളും നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ദോഷത്തിന്റെ കഠിനത കുറയുകയും ചെയ്യും. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ നിർത്തുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.